സുമേ, ഗുഡ് മോർണിംഗ്. വിശക്കുന്നുണ്ടോ? ഇല്ല. ആ മുദ്രകടലാസ് ഇവിടെ. എന്താ അത്ര പേടി? ഞാനതെടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. എനിക്കിത്തിരി പേപ്പർ ഒരു പോസ്റ്റ് കാർഡും തരുമോ? ആ പേരും പറഞ്ഞ് കെട്ടയച്ചു വിടുന്നൊന്നും കരുതണ്ട. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഈ കെട്ടൊന്ന് അയച്ചു വിടാം. ഒരു കത്ത് എഴുതാൻ. മേൽവിലാസം വിവരം പറഞ്ഞു കൊടുത്താ ഇവിടെ എഴുതി തരും. ഒന്ന് എഴുതി കൊടുക്ക ചേച്ചി. എന്റെ കൈയൊക്കെ വൃത്തിയേടാ. കവറി മേശയിൽ ഇരിപ്പുണ്ട്. എന്തായാലും ഈ കത്ത് എഴുതി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോലീസ് വിവരം അറിയിക്കും. അഡ്രസ് പറയൂ. മിസ് ശശികല വർഗീസ്, ചെറുപുഴയിൽ ഹൗസ്, മാന്നാർ PO, വയാ തിരുവല്ല. പ്രിയപ്പെട്ട അനുജത്തിക്ക് ഈ കത്ത് പകുതിക്ക് വെച്ച് കീറിക്കളയാതെ മുഴുവനും വായിക്കണം. എന്റെ എല്ലാ സ്വത്തുക്കളും നിന്റെയും ജോയ്മോന്റെയും പേർക്ക് എഴുതി വെച്ചിട്ടുള്ള ഇഷ്ടദാനാധാരവും ഇതിനോടൊപ്പം ഉണ്ട്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ നിങ്ങളൊക്കെയുള്ളൂ. ഒരിക്കലും നിങ്ങൾ ആരെയും ഞാൻ നേരിൽ കണ്ടിട്ടില്ല. എന്നാലും എല്ലാരെ കുറിച്ചും മേഴ്സി എന്നോട് എന്നും പറയുമായിരുന്നു. സത്യം എന്നെങ്കിലും പുറത്തു വരും. അന്നൊരു പക്ഷെ ഞാനുണ്ടായെന്ന് വരില്ല. നിങ്ങൾ ആരും വിശ്വസിക്കില്ലെന്നറിയാമെങ്കിലും ഞാൻ എഴുതട്ടെ. എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും. നിങ്ങളുടെ ചേച്ചിയെ, എന്റെ മേഴ്സിയെ ഞാനല്ല കൊന്നത്. അവൾ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ജീവിതത്തിൽ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സിയായിരുന്നു. എനിക്ക് അവൾ ജീവനായിരുന്നു. അവൾ എന്റെ ഭാര്യയായിരുന്നു, എന്റെ മോളായിരുന്നു, എന്റെ അമ്മയായിരുന്നു. നിങ്ങൾ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ പറയില്ല. എല്ലാം പച്ചക്കള്ളമാണ്. എന്റെ നിങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്നും കരുതണ്ട. ചേച്ചി പ്ലീസ് പറയരുത് കേട്ടോ. പറയരുത്. ഹലോ, എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നൊന്നുമില്ലേ? എന്താ അവിടെ നിൽക്കുന്നേ? വരൂ. രവിവർമ്മയെ പേടിച്ച് രണ്ടുപേരും കൂടെ അകത്ത് കയറി കഥവും കൂട്ടി ഇരിപ്പാണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലില്ല, ബെല്ലടിച്ച ആള് വരാതായപ്പോ എനിക്കായി പേടി. വല്ല വെട്ട് കത്തിയോ കോടാലിയോ എന്താ പ്രയോഗിക്കുന്ന അറിയില്ലല്ലോ. പേടിക്കണ്ടൊന്നുമില്ല. വെരി ഗുഡ്. ഞാനിന്ന് രാവിലെ അറിഞ്ഞത്. എന്താ അസുഖം? ഒരു ചെറിയ പനി. അത്രേ ഉള്ളൂ? അതെന്നെ, ചെറിയൊരു പനി വന്നാ മതി. പാവം ഇവിടെ നാട്ടുകാരെ മുഴുവൻ പേടിപ്പിച്ചോളേ. അവിടെ ഓഫീസിൽ നിന്ന് ബഹളമാണെന്നറിയാമോ? രവിവർമ്മയെ തേടിപ്പോയ പോലീസുകാരുടെയും പോലീസ് നായ്ക്കളുടെയും ഒക്കെ പിന്നാലെ അവറാച്ചൻ റിപ്പോർട്ടർമാരെ അയച്ചിരിക്കുക, കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട്. പോലീസുകാർ പിടികൂടും മുമ്പ് അവറാച്ച അയാളെ പിടികൂടുമെന്നാ തോന്നുന്നത്. ഇതിനിടയ്ക്ക് സെൻട്രൽ ജയിലിൽ നിന്ന് ആരോ ഒരു റൂമർ അടിച്ചു വിട്ടു. അവരാണ് ഞാൻ തട്ടുവന്ന് രവിവർമ്മ ജയിലിൽ വെച്ച് പറഞ്ഞത്. മൂപ്പര് അന്ത്യകൂതാശയൊക്കെ സ്വീകരിച്ച് മരിക്കാൻ തയ്യാറായിരിപ്പാണ്. ഒരു കാര്യം പറഞ്ഞു. ഇതാ അത് കൊള്ളാം. ശശി പറഞ്ഞു വിട്ടതാണല്ലോ എന്ന് ഓർത്ത് ആ തോട്ടിക്കാരന്റെ മുറിയിൽ പോയി 1/2 മണിക്കൂർ കരഞ്ഞിട്ട് അവനൊന്ന് നിന്ന് വന്നത്. ഓ രവിശാസ്ത്രി. വരട്ടെ. അജിത്, ഇവൾക്ക് 2 ദിവസം കൂടി ലീവ് വേണം. ആ വിവരം കൂടെ ഒന്ന് ഓഫീസിൽ പറഞ്ഞേക്കണേ. കണ്ടിട്ട് കാര്യമായ അസുഖമൊന്നും തോന്നുന്നില്ല. എന്നാലും ഭയങ്കര അസുഖമാണെന്ന് പറഞ്ഞേക്കാം. ഓക്കെ. കുഴപ്പമൊന്നുമില്ല. ശശിയുടെ ഒരു സഹപ്രവർത്തകന് പോയി. ആ കുട്ടി മേഴ്സിയുടെ സഹോദരിയ ശശികല.
നീ എന്താ മറുപടി ഒന്നും പറയാത്തത്? എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒരു പക്ഷേ അയാൾ പറഞ്ഞത് സത്യമായിരിക്കും. മേഴ്സിയെ കൊന്നത് രവിയാണെന്ന് എനിക്കും വിശ്വാസമില്ല, അന്നും ഇന്നും. നീ പത്രത്തിൽ എഴുതിയതൊന്നും സത്യമല്ല ശശി, സത്യം മറ്റെന്തോ ആണ്. നിനക്കറിയാമോ, വിവാഹമോചനത്തിന്റെ കേസ് കോടതിയിൽ നടക്കുന്ന കാലത്തും മിക്കവാറും രവി എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്യുമായിരുന്നു. മേഴ്സിയുടെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തരുതെന്നും അതിനെന്ത് ചെലവ് വന്നാലും അത് രവി തന്നുകൊള്ളാമെന്നും പറയുമായിരുന്നു. പറയുക മാത്രമല്ല, പലപ്പോഴും രവിയുടെ ഒരു ജോലിക്കാരൻ പണവുമായി ആശുപത്രിയിൽ വരുമായിരുന്നു. പക്ഷെ ഞാൻ ആ പണം ഒരിക്കലും വാങ്ങിയിട്ടില്ല. മേഴ്സി എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെച്ചിരുന്നു. ഞാൻ പലപ്പോഴും മേഴ്സിയോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് രവിയുമായുള്ള പിണക്കത്തിന്റെ യഥാർത്ഥ കാരണമെന്ന്. അവളത് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എപ്പോഴും പറയുമായിരുന്നു, രവിയേട്ടൻ പാവമാണെന്ന്. മേഴ്സിയുടെ അനുജത്തി ശശിയാണ് നീയെന്നറിഞ്ഞപ്പോൾ മുതൽ രവി ആകെ അപ്സെറ്റാണ്. നീ വന്ന് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയൂ. വരൂ. സമയത്ത് വന്ന് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. രവിവർമ്മയെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അവസാനമായി അയാളെ ജയിലിൽ ചെന്ന് കണ്ട ഔട്ട്സൈഡേഴ്സ് ശശികലയും ഫോട്ടോഗ്രാഫർ ചന്ദ്രനുമാണ്. അന്ന് അയാളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? ഇല്ല. ആരോടെങ്കിലും പ്രതികാരം ചെയ്യുമെന്ന് സൂചിപ്പിച്ചോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ചീഫ് എഡിറ്റർ എബ്രഹാമിന് അയാളൊരു കത്തയച്ചെന്നല്ലോ, കഥയിൽ ഒരു വില്ലനുണ്ടെന്നും മറ്റും പറഞ്ഞു. അതാരാണെന്ന് പറഞ്ഞോ? ഇല്ല. എന്തെങ്കിലും ഒരു സൂചന തരാൻ കഴിയുമോ? അന്ന് ആകെ 2 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ശരിക്കും ഉത്തരം പറഞ്ഞതുമില്ല. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ജയിലിൽ നിന്ന് കളക്ട് ചെയ്തതാ. കുറച്ചൊക്കെ എന്റെ ഭാവനാ സൃഷ്ടിയാണ്. ഓക്കെ, താങ്ക്സ്. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായും. വരട്ടെ. വന്നത് പോലീസായിരുന്നു അല്ലേ? പോയി. എന്താ എന്നെ കാട്ടിക്കൊടുക്കായിരുന്നു? ഇന്നൊരു മൂടില്ല, അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് വിചാരിച്ചു. അല്ലേടി? ഒന്നും കഴിച്ചില്ലല്ലോ, ഞാൻ പോയി കഞ്ഞി കൊണ്ടുവരാം.
ഞാൻ പൊയ്ക്കോട്ടെ? എങ്ങോട്ട്? രവിയേട്ടൻ എവിടെയും പോകാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര നാൾ നീ എന്നെ ഇങ്ങനെ വിളിച്ച് താമസിപ്പിക്കും? വേണ്ട ശശി. പോകാൻ വൈകും തോറും എന്റെ ജോലി കൂടുതൽ പ്രയാസമുള്ളതായിത്തീരും. ഇനി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കും അപകടമാണ്. അതൊന്നും സാരമില്ല, ഒരു അപകടം വരില്ല. എന്താ ശശി ഇത് കൊച്ചുകുട്ടികളെ പോലെ? പോലീസിന്റെ പിടിയിലാകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ജോലി കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ജയിൽ ചാടി വന്നത് തന്നെ അതിനാണ്. എന്താ തീർക്കാനുള്ള ജോലി? ആ കഥകളൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിയമത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എന്നെ രക്ഷപ്പെടുത്താൻ ആ കഥകൾക്കിനി ശക്തിയില്ല, തെളിവില്ല, സാക്ഷികളില്ല. എന്റെ മനസ്സാക്ഷിയുടെ സാക്ഷിമൊഴി ആര് വിശ്വസിക്കാൻ? ഒരു കോടതിയും വിശ്വസിച്ചില്ലെങ്കിലും രവിയേട്ടന്റെ മനസാക്ഷിയെ എനിക്ക് വിശ്വാസമാണ്. ആ കഥകളൊന്നും അറിയാതെ തന്നെ ഞാൻ രവിയേട്ടനെ വിശ്വസിച്ചില്ലേ? എന്നോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞൂടെ? എന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. ഭാരിച്ച സ്വത്തുക്കൾ, കൂട്ടുകാർ, നിയന്ത്രിക്കാൻ ആരുമില്ല. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികൾക്ക് കണക്കില്ല. അതിലവസാനത്തെ ആളായിരുന്നു മേഴ്സി. മറ്റു പെൺകുട്ടികളെ പോലെ എന്റെ ബെഡ്റൂമിലേക്കല്ല മേഴ്സി കടന്നു വന്നത്, എന്റെ ഹൃദയത്തിലേക്കായിരുന്നു. ശശി എന്നെക്കുറിച്ച് പത്രത്തിൽ എഴുതിയ കഥയിൽ മേഴ്സി എന്റെ കമ്പനിയിൽ ഒരു മോഡലായി എത്തുന്നതുവരെ ശരിയാണ്. സെപ്റ്റംബർ 5-ാം തീയതി അന്നാണ് മേഴ്സി ആദ്യമായിട്ട് എന്റെ കമ്പനിയിലെത്തുന്നത്. നല്ലൊരു ആർട്ടിസ്റ്റും വിഷ്വലൈസുമായിരുന്നുവെങ്കിലും ഒരിക്കലും ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല. സമർത്ഥനായ ഒരു ഫോട്ടോഗ്രാഫർ അന്ന് എനിക്ക് വേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്യാൻ എത്തുമായിരുന്നു. മിസ്റ്റർ അജിത്. അജിത്തോ? അതെ, ശശി ജോലി ചെയ്യുന്ന കേരളരമയിലെ പ്രസ് ഫോട്ടോഗ്രാഫർ. അവനായിരുന്നു അന്ന് മേഴ്സിയുടെ ഫോട്ടോകൾ എടുത്തിരുന്നത്. Right? Sit down. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ആ മുടി കുറച്ചുകൂടെ വിതിർത്തിയിട്ട്. Sit down. ആ തിരിഞ്ഞു തിരിഞ്ഞു കുറച്ചങ്ങോട്ട് തിരി. പൈസ അങ്ങോട്ട് തിരി. ആ താൻ കുറച്ചുകൂടെ പുറകോട്ടെന്ന്. അനക്ക് നിൽക്കൊന്നൂടെ കുറച്ച് തിരിഞ്ഞു. അത് ആ Look at me. എങ്ങനെയുണ്ട്? കൊച്ചു കൊള്ളാമല്ലോ ആശാനെ. അതുകൊള്ള. ഒരു മാസമായിട്ടെന്ന് എനിക്കിത് ഇപ്പോഴാണ് തോന്നുന്നത്. നല്ല മുടി, കരിങ്കൂവള കണ്ണുകൾ, നീണ്ട മൂക്ക്, ചുംബിക്കാൻ വേണ്ടി മാത്രം, ചുംബിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ചുണ്ടി. ഇത്രയൊക്കെ കറക്റ്റായ സ്ഥിതിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഏത് ഭാഗ്യവാനാണോ വിധിച്ചിരിക്കുന്നത്. ദൈവമേ, എനിക്കായിരിക്കണേ. ഏതായാലും തനിക്കല്ല. എന്താ ഇത്ര ഉറപ്പ്? സത്യം പറയണോ ആശാനെ? ആശ ഉപ്പ് നോക്കൂ. കണ്ടോ ആ ചിരി കണ്ടോ? ആശ നോക്കി, എനിക്ക് ഉറപ്പാ. എങ്ങനെയാണ്? ഒന്ന് പോടോ, എനിക്കതാണോ ഇവിടെ പണി. ആ വരട്ടെ, നമുക്ക് നോക്കാം. ലൈറ്റ്സ് ഓൺ. കുറച്ച് ലെഫ്റ്റ്, കുറച്ചുകൂടെ, അല്പം റൈറ്റ്, കുറച്ചുകൂടെ. പറഞ്ഞാലും കേൾക്കത്തില്ല. ഇങ്ങനെ. അജിത് പ്ലീസ്, എങ്ങനെ പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ഓ, ശരീരത്തിൽ തുടങ്ങുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കിയാലേ മോഡലിംഗ് നടക്കത്തില്ല. കുറച്ച്. ഓക്കെ, ഫൈൻ. തീർന്നോ? ഏയ്, ഇനി ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. എനി മോഡേൺ ഡ്രസ്,
സ്വല്പ സെക്സിയായത്. അതായത് സുന്ദരിയായ ഒരു യുവതി കയ്യിൽ റോസാ പുഷ്പവുമായി ഇങ്ങനെ നിൽക്കുന്നു. എന്റെ മൃദുലമായ ചർമ്മത്തെ സംരക്ഷിക്കുന്നത് സാക്സോസ് കോൾഡ് ക്രീം. സാർ ലൈറ്റ്സ് ഓഫ് ചെയ്യട്ടെ. താൻ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണോ? എയർപോർട്ടിൽ പോണ്ടേ? മണി 11 കഴിഞ്ഞ് രവിവർമ്മ വരില്ലേ? കമാൺ ഹറി അപ്പ് ക്വിക്ക്.